MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ജനവിധി കേരളത്തിൽ നിങ്ങൾക്കറിയാം, പൊതുവെ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായിട്ടുള്ളത്. കളമശ്ശേരി മണ്ഡലം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. ഇത്തരമൊരു തിരിച്ചടിയുടെ പൊതുഘട്ടത്തിൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കേരളത്തിലാകെ മുന്നണിക്കുണ്ടായ തിരിച്ചടി അത് പൂർണ്ണമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ജനങ്ങൾ മറ്റൊരു രീതിയിലാണ് വിധി എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും, ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് പിന്നീട് പോകും എന്നാണ് കാണുന്നത്. കേരളത്തിലാകെയാണോ? കളമശ്ശേരി ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊന്ന് പിടിച്ചെടുത്താണല്ലോ. ഇതൊരു തുടർച്ചയായിട്ട് UDF ജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പൊ അതിന്റെ ഒരു ഘടനയുണ്ട്. ആ ഘടനയിൽ പൊതുവെ ഒരു ഒഴുക്ക് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന ഒരു ഘടനയുള്ള മണ്ഡലമല്ല കളമശ്ശേരി. എന്നാൽ പൊതുവെ അങ്ങനെ ഒരു ഒഴുക്കിലും നമുക്ക് ഏകദേശം കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അവർക്കൊരു ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കുറെ കൂടി നോക്കേണ്ടതുണ്ട്. പക്ഷെ കളമശ്ശേരി നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ രാഷ്ട്രീയ ഘടന, പല ഘടകങ്ങൾ, അതെല്ലാം ഇത്തരമൊരു തിരിച്ചടിയിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമല്ല. ജനങ്ങൾ എഴുതിയിട്ടുള്ള വിധിയെഴുത്തിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. നമ്മൾ കണ്ടതുപോലെ ആകണമെന്നില്ല ജനങ്ങൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അത് പഠിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തുകൾ വരുത്തി വീണ്ടും ജനവിശ്വാസം ആർജിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത്. പാർട്ടി കോട്ടകൾ പോലും വലിയ തോതിൽ അല്ല, കേരളത്തിലാകെയുള്ള ഈ തിരിച്ചടി വളരെ ഗൌരവമുള്ളത് തന്നെയാണ്. അങ്ങനെ ഒന്നല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ആ രൂപത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതും വസ്തുതയാണ്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം പാർട്ടി കൂട്ടായി തന്നെ ചർച്ച ചെയ്യും, ആവശ്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തും. എന്തായാലും നഷ്ടപ്പെട്ട ജനവിശ്വാസം, ജനപിന്തുണ തിരിച്ചുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കേന്ദ്രീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പൊതുവെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമല്ലോ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി? 10 വർഷം പൊതുവെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. വികസന കാര്യങ്ങളിൽ നന്നായി മുന്നോട്ട് പോയി കേരളത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ മറ്റു രീതിയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയിട്ടുള്ളത്. അത് എല്ലാ ഘടകങ്ങളും ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മമായി വിനയപൂർവ്വം ഈ വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോവുക എന്നതാണ് ഈ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.